തെറ്റായ തീരുമാനങ്ങൾ നല്ലതാണ് എന്ന്. രണ്ടാം ഭാഗത്തിനോട് എനിക്ക് യോജിപ്പില്ല. ആദ്യ ഭാഗം ഞാൻ പറയാം, വൈകിയെടുക്കുന്ന തീരുമാനങ്ങൾ ശരിയല്ല. എന്നാൽ പിന്നെ തീരുമാനങ്ങൾ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഉണ്ടാവേണ്ടത്? ശരിക്കും ഒരു ഡിസിഷൻ മേക്കിംഗ് പവറിൽ പറയും ഇൻട്രാ പേഴ്സണൽ ആക്ടിവിറ്റി ആൻഡ് ഇൻ്റർ പേഴ്സണൽ ആക്ടിവിറ്റീസ് എന്ന് പറയും. നമുക്ക് ബാഹ്യലോകത്തിൽ ഞാനൊരു തീരുമാനം എടുക്കുമ്പോൾ അത് എൻ്റെ ജീവിതത്തിനെ കുറിച്ചാണെങ്കിലും അല്ല, എൻ്റെ ഓഫീസ് ലൈഫിനെ കുറിച്ചാണെങ്കിലും പ്രൊഫഷണൽ ലൈഫിലാണെങ്കിലും എൻ്റെ ഫാമിലി ലൈഫിലാണെങ്കിലും മിയർലി പേഴ്സണൽ ആയിട്ടുള്ള ഒരു തീരുമാനമാണെങ്കിൽ പോലും ഒരു തീരുമാനം ഒരിക്കലും ഒരാളുടെ മാത്രമായിട്ട് നിൽക്കാറില്ലല്ലോ. ആ ഒരു തീരുമാനത്തിന് അനുബന്ധമായി ചുറ്റുപറ്റി ഒരുപാട് ആളുകളുണ്ടായിരിക്കും. അപ്പോൾ ആ ആളുകൾ എല്ലാവരും ഉൾപ്പെട്ട അതിൻ്റെ ഫലം അനുഭവിക്കുന്ന രീതിയിലായിരിക്കും എല്ലാ സമയത്തും തീരുമാനങ്ങൾ ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഒരു കാര്യം നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്, ഒരു തീരുമാനം എടുക്കാൻ സമയത്ത് മനസ്സ് പൂർണ്ണമായിട്ടും ശുദ്ധമായിരിക്കാൻ വേണം. അതൊരു കാര്യത്തെക്കുറിച്ച് പൂർണ്ണമായി ഞാൻ അറിയുകയും വേണം. അതുകൊണ്ടാണ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഡിസേൺ, ആ വാക്ക് തന്നെ നോക്കി നോക്കിയേ, ഡിസേൺ ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. ഡിസേൺ എന്ന് വെച്ചാൽ അർത്ഥം തിരിച്ചറിയാനുള്ള ശക്തിയും നിർണ്ണയിക്കാനുള്ള ശക്തിയും. അവരെപ്പോഴും ഒരു പെയർ പോലെയാണ് പ്രവർത്തിക്കുക. ഒരു കാര്യത്തിൽ എനിക്കൊരു തീരുമാനം എടുക്കണം എന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും എനിക്ക് ആ കാര്യത്തിനെ കുറിച്ചതായിട്ടുള്ള നോളജ് വേണം. നോളജാണ് എൻ്റെ മനസ്സിലൊരു കാംനെസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരു സിമ്പിൾ ഭാഷയിൽ പറയുകയാണെങ്കിൽ അത് നമ്മുടെ കോർ വാല്യൂസുമായിട്ട് നമുക്കൊന്ന് ടച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ പ്യൂരിറ്റിയാണ് ഒരു ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി ഒരു മനുഷ്യന് വേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി അഥവാ വാല്യൂ എന്ന് പറയുന്നത്. എൻ്റെ മനസ്സിൽ എത്രത്തോളം പ്യൂരിറ്റി ഉണ്ടോ, എൻ്റെ വാക്കുകളിൽ എത്രമാത്രം പവിത്രതയുണ്ടോ, കർമ്മത്തിൽ എത്ര പവിത്രതയുണ്ടോ, അത്രയ്ക്ക് അക്യൂറേറ്റ് ആയിരിക്കുന്ന ഡിസിഷൻ എനിക്ക് എടുക്കാൻ സാധിക്കും. സത്യതയുടെ ആധാരത്തിലാണെങ്കിൽ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഈ തീരുമാനം എടുത്തതിൻ്റെ പേരിൽ എൻ്റെ ആ മുഖം പുറത്താവുകയാവോ, ഈ കാര്യം പറയുമ്പോൾ ആൾ എന്ത് പറയുകയാവോ, ഇങ്ങനെ നമ്മുടെ ഉള്ളതായിട്ടുള്ള ദ്വന്ദ്ം അഥവാ യുദ്ധം ഉണ്ടാവില്ല. അതുകൊണ്ട് സ്വയം നമുക്ക് പറയാം